نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികൾ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചു പാലിച്ചു അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളായി സ്വർഗത്തിന് അവകാശികളായി മാറണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആളുകള് പള്ളിയുമായും ദീനുമായിട്ടും ഒക്കെ അകന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം, അള്ളാഹുവിനെ മറന്നു പോകുന്ന, ദീനിനെ അവഗണിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊന്നും കാണാത്തതും കേൾക്കാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ദുനിയാവിന്റെ പളപളപ്പ് കണ്ട് പച്ചപ്പ് കണ്ടുകൊണ്ട് ആളുകൾ പരലോകത്തെയും ദീനിനെയും ഒക്കെ മറന്നുകൊണ്ടുള്ള ആഹ്ലാദിച്ചും ആർമാദിച്ചും ഒക്കെ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്കപ്പുറം പ്രവാചകൻ പറഞ്ഞു, യകൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന യൗതൂനകും മിനൽ അഹാദീഥി ബിമാ ലം തസ്മഉ അൻതും വലാ അബാഉകും. നിങ്ങളും നിങ്ങളുടെ പൂർവികരും കേൾക്കാത്ത ഒരുപാട് പുതിയ പുതിയ ആചാരങ്ങൾ, പുതിയ പുതിയ വാദഗതികളുമായിട്ട് ആളുകളെ രംഗപ്രവേശനം ചെയ്യും. ഇത് ആരോടാണ് പ്രവാചകൻ പറയുന്നത്? പ്രവാചകന്റെ സഹാബാക്കളോട്. സഹാബാക്കൾ വെച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ കേൾക്കാത്ത, നിങ്ങൾ അറിയാത്ത, നിങ്ങൾക്ക് പരിചയമില്ലാത്ത പുതിയ പുതിയ വാദങ്ങൾ ഈ ഉമ്മത്ത് അവസാന കാലഘട്ടത്തിൽ അനുഭവിക്കേണ്ടി വരും. ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് പ്രവാചകന നൂറ്റാണ്ടാണ്. പ്രവാചകന് പരിചയമില്ലാത്ത, സഹാബാക്കൾക്ക് പരിചയമില്ലാത്ത, സച്ചരിതരായ മുൻഗാമികളായ ആദ്യ തലമുറകൾക്ക് പരിചയമില്ലാത്ത ഒരുപാട് വാദഗതികൾ ഈ സമൂഹത്തിലെ കടന്നു വരുമെന്നാണ് പ്രവാചകൻ താക്കി നൽകുകയാണ്. എന്നിട്ട് പറയുന്നു, നിങ്ങൾ അവരെ സൂക്ഷിക്കണേ, അവർ നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ, കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. നമുക്കറിയാം, നമസ്കരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പള്ളികളിൽ പോയി പ്രാർത്ഥിക്കുന്നത് മുസ്ലിം സ്ത്രീകൾക്ക് ഹറാമാണ്, പാടില്ലാത്ത കാര്യമാണ്, അത് തെറ്റാണ്, കുറ്റമാണ് എന്നൊക്കെ വാദിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിൽ തെളിമയായിരുന്ന ഒരു സത്യമാണ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലത്ത് സഹാബ വനിതകള്, പ്രവാചകന്റെ ഭാര്യമാര്, അവരൊക്കെയോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പള്ളിയിൽ വന്ന് നമസ്കരിച്ചു എന്നത് ഇസ്ലാമിക ലോകത്ത് തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇന്നും അതേ വാദഗതികള്,
അത് പാടില്ല, തെറ്റാണ്, കുറ്റമാണ്, പാപമാണ് എന്നൊക്കെ വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അത് ലോകാവസാനത്തിൽ കടന്നു വരുന്ന വാദങ്ങളിൽപ്പെട്ട വാദമാണ് നമ്മൾ മനസ്സിലാക്കണം. നേരെ മറിച്ച് അവർ നേർച്ചയ്ക്ക് പോയാൽ കുഴപ്പമില്ല, വാതിന് പോയാൽ കുഴപ്പമില്ല, ഹലത്തുകൾക്ക് പോയാൽ കുഴപ്പമില്ല, സലാത്ത് നഗറിന് പോയാൽ കുഴപ്പമില്ല. അവിടെയൊക്കെ പകലും രാത്രിയും വ്യത്യാസമില്ലാതെ മുസ്ലിം സഹോദരിമാര് വളരെ ലാഘവത്തോടുകൂടി നിർലക്ഷ്യം ഇസ്ലാമിക വസ്ത്രം പോലും ധരിക്കാതെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെയൊക്കെ പൗരോഹിത്യം കണ്ണടച്ചുകൊണ്ട് അവർ പറയുന്നു, മുസ്ലിം സ്ത്രീകള് ഇസ്ലാമിക വേഷം ധരിച്ച് പള്ളിയിൽ പോയി നമസ്കരിച്ചാൽ അവിടെ ഫിത്നയുണ്ടാകും, കുഴപ്പമുണ്ടാകും. അതുകൊണ്ട് തന്നെ അത് ഹറാമാണ് എന്ന് പറയുമ്പോ നമസ്കരിക്കാൻ വേണ്ടി പോയാൽ മാത്രം ഉണ്ടാകുന്ന കുഴപ്പം ഒരിക്കലും ജാറങ്ങളിൽ പോയാൽ ഉണ്ടാകുന്നില്ല, മഖബറകളിൽ പോയാൽ ഉണ്ടാകുന്നില്ല. ജാറങ്ങളിലും മഖബറകളിലും ഒക്കെ അന്തി ഉറങ്ങിയാൽ പോലും അത് തെറ്റാണെന്ന് പറയാത്ത, അവിടെ ഫിത്നയുണ്ടാകുമെന്ന് പറയാത്ത പുരോഹിതന്മാർ അവർ പറയുന്നത് അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി നമസ്കരിച്ചാൽ അവിടെ കുഴപ്പമുണ്ടാകും, അത് പ്രശ്നമാണ്, അതുകൊണ്ട് തന്നെ അത് ഹറാമാണ് എന്നുള്ള പുതിയ പുതിയ വാദഗതികൾ. സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രവാചകന് പരിചയമില്ല, പ്രവാചകന്റെ സഹാബാക്കൾക്ക് പരിചയമില്ല, മദ്ഹബിന്റെ അയിമത്തുകൾക്ക് പരിചയമില്ല. മാത്രമല്ല ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ പ്രവാചകന്റെ കാലത്ത് പ്രവാചകന്റെ പള്ളിയിൽ പ്രവാചകന്റെ സഹാബ വനിതകളെല്ലാം പോയി നമസ്കരിച്ചു എന്നത് വളരെ വ്യക്തമായും കൃത്യമായും രേഖപ്പെട്ടിരിക്കുക. ഏതാണ് നാം സ്വീകരിക്കേണ്ടത്? നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട വസ്തുതയാണ്. അന്ന് പറഞ്ഞതാണോ, പ്രവാചകനും അല്ലാഹു പറഞ്ഞതാണോ നാം സ്വീകരിക്കേണ്ടത്? അതല്ല ഏതെങ്കിലും പുരോഹിതന്മാരുടെ വാക്കുകളാണോ നാം സ്വീകരിക്കേണ്ടത്? തീരുമാനമെടുക്കണം നമ്മൾ ഓരോരുത്തരുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ഇബ്നു ഹിബ്ബാൻ, ബൈഹഖി, ഇബ്നു ഖുസൈമ തുടങ്ങിയിരിക്കുന്ന ഒട്ടനവധി മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയ ഒരു ഹദീസ് ഉണ്ട്. വെള്ളിയാഴ്ച ദിവസം ജുമുഅ ദിവസം പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ അവർ പള്ളിയിലേക്ക് വരികയാണെങ്കിൽ, ജുമുഅക്ക് വരികയാണെങ്കിൽ അവർ കുളിക്കട്ടെ. വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് വരുമ്പോൾ പുരുഷന്മാരും സ്ത്രീകളും പാലിക്കേണ്ട മര്യാദയെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ജുമുഅക്ക് ആണാകട്ടെ പെണ്ണാകട്ടെ, പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ അവർ കുളിക്കണം, അത് സുന്നത്താണ്. വെള്ളിയാഴ്ച ദിവസം പള്ളി ജുമുഅക്ക് വേണ്ടിയുള്ള കുളി അത് സുന്നത്താണ്. എങ്കിലും കണ്ടെത്താൽ അവർക്ക് പള്ളിയിൽ പോകാൻ സാധിക്കാത്ത അവസ്ഥയാണെങ്കിലോ അത് സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ അവർക്ക് കുളി സുന്നത്തില്ല എന്ന് പറയുമ്പോൾ അവിടെ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്ന പുരുഷന്മാരോടും സ്ത്രീകളോടുമാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുളിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നത്. അത് മുഹദ്ദിസുകളൊക്കെ രേഖപ്പെടുത്തിയ സ്വഹീഹായ ഹദീസാണ്. മാത്രമല്ല സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്ന ഒരു അധ്യായം എന്നൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. എന്തിനാണ് പറയുന്നത്? പള്ളിയിൽ സ്ത്രീകൾ ഉറങ്ങുന്ന ബാബ് അധ്യായം എന്ന പേരിലൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, ബാബുന്നിസ എന്നുള്ള പേരിൽ പ്രവാചക കാലത്ത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം പ്രവേശിക്കാൻ ബാബുന്നിസ എന്നൊരു കവാടം കാണാൻ സാധിക്കും. ഇന്നും മക്കയിലും മദീനയിലും പോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല പറഞ്ഞു, പുരുഷന്മാർ ഇവിടെ സഫ് കെട്ടണം, സ്ത്രീകൾ ഇവിടെ സഫ് കെട്ടണം. പ്രവാചകന്റെ കാലത്ത് പ്രവാചകന്റെ പള്ളിയിലായിരുന്നു പ്രവാചകൻ നമസ്കരിച്ചപ്പോൾ സഹാബ വനിതകളും അതുപോലെ തന്നെ സഹാബ കിറാമുകളും ഒക്കെ നമസ്കരിച്ചിരുന്നത്. അവിടെ അവർ നമസ്കരിച്ചപ്പോൾ പ്രവാചകന്റെ തൊട്ട് പിന്നില് പുരുഷന്മാര്, സഹാബ കിറാമുകൾ പുരുഷന്മാർ, അതിന്റെ പിന്നില് കുട്ടികള്, അതിന്റെ പിന്നില് ചെറിയ പെൺകുട്ടികള്, അതിന്റെയും പിന്നിലാണ് സ്ത്രീകൾ സ്വപ്പ് കെട്ടിയിരുന്നത്. അവിടെ മറയോ ഒരു ചുമരോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് പ്രവാചകൻ നമ്മളോട് പറഞ്ഞ വാക്ക്, പുരുഷന്മാരുടെ ഏറ്റവും ഹൈറായ സഫ് ഒന്നാമത്തെ ആദ്യത്തെ സഫാകുന്നു, പുരുഷന്മാരുടെ ഏറ്റവും മേന്മ കുറഞ്ഞ ഗുണം കുറഞ്ഞ സഫ് അത് അവസാനത്തെ സഫാണെന്ന് പറഞ്ഞ സാഹചര്യം അതിന്റെ പിന്നിൽ സ്ത്രീകളാണ്. എന്നിട്ട് പ്രവാചകൻ അവിടെ അവസാനിപ്പിച്ചില്ല, സ്ത്രീകൾക്ക് ഏറ്റവും ഹൈറായ സഫ്, ഏറ്റവും ഗുണമുള്ള സഫ് അത് അവസാനത്തെ സഫാണ്. അവർക്ക് മേന്മ കുറഞ്ഞത്, ഗുണം കുറഞ്ഞ സഫ് അത് ആദ്യത്തെ സഫാണ്. അഥവാ സഹാബാ കിറാമുകളുടെ, ആണുങ്ങളുടെ, പുരുഷന്മാരുടെ തൊട്ട് പിന്നിലുള്ള സഫാണ്
ഏറ്റവും ഗുണം കുറഞ്ഞ സഫ്, സ്ത്രീകൾക്ക് ഏറ്റവും ഗുണമുള്ള സഫ് ഏറ്റവും പിന്നിലെ സഫാണെന്ന് പറയുമ്പോൾ പ്രവാചകന്റെ പള്ളിയില്, പ്രവാചകന്റെ ജമാഅത്ത് നമസ്കാരത്തില് പുരുഷന്മാർക്ക് പിന്നില് മറയില്ലാതെ തന്നെ സ്ത്രീകൾ നമസ്കരിച്ചിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയാണ് പ്രവാചകൻ പറഞ്ഞത്, യാ മഅ്ശറൻ നിസാ, ഓ സ്ത്രീ സഹോദരിമാരെ, ലാ യർഫഅന റൂസകുന്ന ഹത്താ യർഫഅ റിജാൽ, സുജൂദിൽ നിന്ന് പുരുഷന്മാർ തല ഉയർത്തുന്നതിന് മുമ്പായി നിങ്ങൾ ഒരിക്കലും തല ഉയർത്തരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ നിന്നും തല ഉയർത്തി കഴിഞ്ഞാൽ ആദ്യം പുരുഷന്മാർ ഉയർത്തട്ടെ, അതിനുശേഷം ഒരു അല്പസമയമെടുത്ത് സ്ത്രീകളെ, നിങ്ങൾ സഹാബ വനിതകളെ നിങ്ങൾ തല ഉയർത്താൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ പ്രവാചകന്റെ പള്ളിയിൽ പ്രവാചകനോടൊപ്പം സഹാബാക്യറാമുകളും സഹാബ വനിതകളും നമസ്കരിച്ചിരുന്നു എന്നത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ പകൽ വെളിച്ചം പോലെ തെളിയുന്ന കാര്യമാണ്. മാത്രമല്ല ചില ചോദിക്കാത്ത പ്രവാചകന്റെ ഭാര്യമാര് പള്ളിയിൽ പോയതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനിൽ നിന്നും ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബ വനിതയാണ്. പ്രവാചകന്റെ അകവും പുറവും ഒരുപോലെ അനുഭവിച്ചും അറിഞ്ഞും പരിചയമുള്ള മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ പറഞ്ഞു, ഇന്നി ലാ ഉഹിബ്ബുൽ മസ്ജിദ ലിഹായിദിൻ വലാ ജുനുബിൻ, പള്ളി ഹൈദുള്ള സ്ത്രീകൾക്കും അതുപോലെ വലാ ജുനുബിൻ ജനാബത്തുകാർക്കും ഞാൻ അനുവദിക്കുന്നില്ല, അവർക്ക് അനുവദനീയമല്ല. ഹൈദുള്ള സ്ത്രീകളും അതുപോലെ ജനാബത്തുള്ള ആളുകളും പള്ളിയിൽ പ്രവേശിക്കാവതല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സഹോദരന്മാരെ ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രവാചകൻ ഒരിക്കലും സ്ത്രീകൾക്ക് പള്ളി വിലക്കിയിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാലത്ത് കുന്ന നിസാഉൽ മുഅ്മിനാത്തി യശ്ഹദന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ഫജ്ർ, പ്രഭാത നമസ്കാരം അഥവാ ഫജ്ർ നമസ്കാരം, സുബഹി നമസ്കാരത്തിലെ സഹാബ വനിതകളെ പ്രവാചകന്റെ ജമാഅത്തിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. അവർ മൂടുപടം ധരിച്ചുകൊണ്ടാണ് സുബഹി ജമാഅത്തിൽ പങ്കെടുക്കാറുള്ളത്. പിന്നെ അവർ അവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകും. നമസ്കാരം നിർവഹിച്ചതിന് ശേഷം ഇരുട്ട് കാരണത്താൽ ഒരാൾക്കും അവരെ തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നില്ല. എന്ന് വെച്ചാൽ സഹാബ വനിതകളെ പ്രവാചകന്റെ കൂടെ സുബഹി നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുകയും ആ നമസ്കാരം കഴിഞ്ഞ് വേഗം തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകും. അതും ഇരുട്ടത്തായിരുന്നു എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, വഫീൽ ഹദീസി, ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇസ്തിഹ്ബാബുൽ മബാദിറ ബിസ്സലാത്തി സുബ്ഹി ഫി അവ്വലിൽ വഖ്ത്, സുബ്ഹി നമസ്കാരം നേരത്തെ നിർവഹിക്കണം. നേരം വെളിച്ചം വെച്ചതിന് ശേഷം നിർവഹിക്കേണ്ട നമസ്കാരമല്ല സുബ്ഹി നമസ്കാരം, അത് നേരത്തെ അവ്വൽ വഖ്തിൽ നമസ്കരിക്കണം. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകാമെന്നതിനും ഈ ഹദീസ് തെളിവാണ്. അഥവാ ഇരുട്ടത്ത് രാത്രിയിലാണ് അവർ പോയത്, അതിനുള്ള തെളിവും ഈ ഹദീസിലുണ്ട്. അതുകൊണ്ട് ഈ ഹദീസിൽ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും പകലിലും സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാമെന്നതിന് ഈ ഹദീസ് തന്നെ ധാരാളമാണ് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഫീഹാദിയുണ്ട് ജവാസ് ഹുദൂറിൻ നിസാ, സ്ത്രീകൾ പങ്കെടുത്തിരുന്നു അൽ ജമാഅത്ത് ഫിൽ മസ്ജിദ്, പള്ളിയിലെ ജമാഅത്ത് നമസ്കാരത്തിൽ സ്ത്രീകൾ പങ്കെടുക്കുന്നു എന്നത് വളരെ വ്യക്തമായി ഇതിൽ നിന്ന് തെളിയുന്നുണ്ട് എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് അവരൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. സഹോദരന്മാരെ സഹോദരിമാരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാമിക ലോകത്ത് തർക്കമില്ലാത്ത വിഷയമാണ്. പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും പള്ളിയിൽ വന്ന് ജമാഅത്ത് നമസ്കാരം നിർവഹിച്ചാൽ അതിന്റെ പ്രതിഫലം അവർക്കും ഉണ്ട് എന്നത് വളരെ വ്യക്തമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് പാടില്ല എന്നോ സ്ത്രീകളെ വിലക്കിയതായോ ഒരു രേഖയും നമുക്ക് കാണാൻ സാധ്യമല്ല. മാത്രമല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രമുഖനായ സഹാബിയാണ്. അദ്ദേഹം പറയുന്നു, അന്നഹു ഖാല ഇന്ന ഉമ്മൽ ഫദ്ല എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവാണ്. അവർ ഇന്ന ഉമ്മൽ ഫദ്ല സമിഅതുഹു വഹുവ യഖറഉ വൽ മുർസലാത്തി ഉർഫ എന്ന സൂറത്ത് ഞാൻ പാരായണം ചെയ്തത് എന്റെ ഉമ്മ ഉമ്മുൽ ഫദ്ല അവർ കേൾക്കുകയുണ്ടായി. അവർ പറഞ്ഞു, യാ ബനിയ, എന്റെ മോനെ, ഈ വൽ മുർസലാത്തി ഉർഫ എന്ന അധ്യായം പാരായണം ചെയ്തുവല്ലോ. വല്ലാഹി ലഖദ് ദകർതനി ബിഖിറാഅതിക ഹാദി സൂറ, ഈ സൂറത്ത് ഈ അധ്യായം നീ പാരായണം ചെയ്തപ്പോൾ ഞാൻ ഓർത്തുപോയി. ഇന്നഹാ ലആഖിറു മാ സമിഅതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ബിഹാ ഫീ മിഹ്റാബ്, പ്രവാചകനിൽ നിന്ന് മിഹ്റാബിൽ നിന്ന് ഞാൻ അവസാനമായി കേട്ട ഈ സൂറത്താണല്ലോ നീ പാരായണം ചെയ്യുന്നത്.
പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് ഓർത്തുപോയി എന്ന് പറയുന്നത് ഉമ്മുൽ ഫദ്ൽ റളിയല്ലാഹു അൻഹാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മാതാവാണ്. അവർ പറയാണ്, പ്രവാചകന്റെ മിഹ്റാബിൽ നിന്ന് പ്രവാചകൻ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നതാണ് അവസാനമായി ഞാൻ കേട്ടിട്ടുള്ളത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഖൈസിന്റെ മകൾ ഖൗല റളിയല്ലാഹു അൻഹാ അവർ പറയുന്നു, കുൻതു അസ്മഉ ഖുത്ബത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ജുമുഅ, ജുമുഅന്റെ ദിവസം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ഖൗല റളിയല്ലാഹു അൻഹാ പ്രമുഖ സഹാബ വനിതയാണ്. എപ്പോൾ ആ സമയത്ത് ഞാൻ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും പിന്നിലായിരുന്നു. ഈ ഖുർആൻ ഞാൻ കേട്ടു. എന്ന ഈ അധ്യായം പ്രവാചകൻ അലൽ മിമ്പറിൽ വെച്ച് പാരായണം ചെയ്തത് ഞാൻ കേട്ടു. വെള്ളിയാഴ്ച ദിവസം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅക്ക് മിമ്പറിൽ വെച്ച് ഈ സൂറത്ത് സഹാബാക്കളെ പഠിപ്പിക്കുകയാണ്. അതാണ് ഞാൻ കേട്ടത് എന്ന് പറയുന്നത് ഖൗല റളിയല്ലാഹു അൻഹയാണ്. അവർ പറയുന്നു, ഞാൻ ആ സഫിന്റെ അവസാന വരിയിലായിരുന്നുണ്ടായിരുന്നത്. പള്ളിയുടെ ഏറ്റവും അവസാന വരിയിലായിരുന്നു. കാരണം സ്ത്രീകൾക്ക് ഏറ്റവും പുണ്യമുള്ള സഫ് അവസാനത്തെ സഫാണെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഇതേ കാര്യങ്ങൾ തന്നെ അവർ പറയുന്നു. അതുപോലെ തന്നെ ഉമ്മ ഹിശാം റളിയല്ലാഹു അൻഹ അവർക്കെയും സഹാബാക്കളൊക്കെ പറയുന്നു, ഞങ്ങള് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറിൽ വെച്ചുള്ള ഈ ഖുർആൻ പാരായണം ഞങ്ങൾ പള്ളിയിൽ വെച്ച് കേട്ടിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് സഹാബ വനിതകള് പ്രവാചകന്റെ കൂടെ പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുത്തിരുന്നു, ജുമുഅക്ക് പങ്കെടുത്തിരുന്നു, ഗ്രഹണ നമസ്കാരത്തിലും പെരുന്നാൾ നമസ്കാരത്തിലും മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരങ്ങളിലും ഒക്കെയും പങ്കെടുത്തിരുന്നു എന്നതിന് വളരെ വ്യക്തമായി ഇസ്ലാമിക ചരിത്രത്തിൽ പ്രമാണങ്ങളിലുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഈ പകൽ വെളിച്ചം പോലെ തെളിയുന്ന ഈ യാഥാർത്ഥ്യത്തെ ആരെങ്കിലും നിഷേധിച്ചാൽ, ആരെങ്കിലും പാടില്ല, തെറ്റാണ്, ഹറാമാണ്, പാപമാണ് എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അത് സ്വീകരിക്കേണ്ട ബാധ്യത മുസ്ലിം സമൂഹത്തിനില്ല എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക. കാരണം ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ച ആയത്ത് സൂറത്ത് അഹ്സാബിലെ 36-ാമത്തെ വചനമാണ്. ഒരു വിശ്വാസിക്കും ഒരു വിശ്വാസിനിക്കും യോജിച്ചതല്ല. ഒരു വിഷയത്തിൽ അല്ലാഹുവും അവന്റെ റസൂലും ഒരു തീരുമാനം കൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിച്ച വിഷയത്തില് ഒരു വൈമനസ്യം കാണിക്കുക, ഒരു വിമുഖത കാണിക്കുക, അതൊരിക്കലും ഒരു വിശ്വാസികൾക്ക് യോജിച്ച കാര്യമല്ല. കാരണം എന്താ, അല്ലാഹുവും റസൂലും സ്ത്രീകൾ പള്ളിയിൽ പോയി നമസ്കരിക്കുന്നത് ഹലാലാക്കിയിട്ടുണ്ടെങ്കിൽ, അത് അനുവദനീയമാക്കിയിട്ടുണ്ടെങ്കിൽ, അത് ജായിസാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാടില്ല എന്നോ ഹറാമാണെന്ന് പറയാനോ ഒരാൾക്കും അവകാശമില്ല. അല്ലാഹുവും റസൂലും അനുവദിച്ച കാര്യത്തിൽ അത് ശരിയായില്ല എന്ന ഒരു തോന്നൽ ഒരു വിശ്വാസിക്കും ഉണ്ടാകാൻ പാടില്ല. അഥവാ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരുടെ ഈമാൻ പൂർണ്ണമല്ല എന്ന് മനസ്സിലാക്കണം. ഇതിനത് പറയുന്നു, വമൻ യഅസില്ലാഹ വറസൂലഹു, അല്ലാഹുവിനും റസൂലിനും ആരെതിൽ പ്രവർത്തിച്ചോ ഫഖദ് വല്ല ദലാലൻ മുബീന, അവൻ വ്യക്തമായ വഴികേടിലാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, മുസ്ലിം ലോകത്തിന്റെ പ്രമാണം വിശുദ്ധ ഖുർആനും പ്രവാചക സുന്നത്തുമാണ്. ആ ഖുർആനിലും പ്രവാചക സുന്നത്തിലും ഒരു കാര്യം ജായിസാണെന്ന് പറഞ്ഞാൽ, ഹലാലാണെന്ന് പറഞ്ഞാൽ അതിനെ ഹറാമാക്കാനോ അതിനെ പാപമാക്കാനോ അതിനെ തെറ്റാണ് കുറ്റമാണെന്ന് പറയാനോ ഒരാൾക്കും അധികാരമില്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ എന്താണോ നിങ്ങൾക്ക് കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ എന്തൊക്കെയാണോ വിലക്കിയിരിക്കുന്നത് അതിന് നിങ്ങൾ വെടിയണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ വ്യക്തമായി കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക, ഇസ്ലാമിന്റെ പ്രമാണം അത് ഖുർആനും സുന്നത്തുമാണ്. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ് നാം അടക്കേണ്ടത്. ഏതെങ്കിലും വ്യക്തികളെയോ ഏതെങ്കിലും നേതാക്കന്മാരെയോ ഏതെങ്കിലും പാർട്ടികളെയോ അല്ല നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ പ്രമാണങ്ങള് പകൽ വെളിച്ചം പോലെ പ്രകാശപൂരിതമാണ്. അതിന്റെ രാവിലെ പകൽ പോലെ പ്രകാശപൂരിതമാണ്. ആർക്കും വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ, ആർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ, ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ വ്യക്തമായി രേഖപ്പെട്ടിടക്കെ ആ സത്യത്തെ മൂടിവെക്കാൻ, ആ സത്യത്തെ കണ്ടില്ല നടിക്കാൻ ഒരു വിശ്വാസിക്കും സാധ്യമല്ല. അതുകൊണ്ട് വ്യക്തമായും കൃത്യമായും ഒരു മുസ്ലിമത്തെ പഠിക്കേണ്ടതും സ്വീകരിക്കേണ്ടതും ഇസ്ലാമിന്റെ പ്രമാണമാണ്. അത് ഖുർആനും സുന്നത്തുമാണ്. അതുകൊണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഒരിക്കലും മുസ്ലിം സഹോദരിമാരെ, മുസ്ലിം വിശ്വാസിനികളായ മുസ്ലിം സഹോദരിമാരെ അവർ പള്ളിയിൽ പോയി ജമാഅത്തിൽ പങ്കെടുത്താൽ അത് തെറ്റാണെന്ന് പറയാൻ യാതൊരു രേഖയുമില്ല. മാത്രമല്ല അതിൽ പുണ്യമുണ്ടെന്നും
അതിൽ ഹൈറുണ്ടെന്നോ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഏതെങ്കിലും ആളുകൾക്ക് പള്ളിയിൽ ജുമുഅയുടെ ഇളവുണ്ടെങ്കിൽ അത് ഭ്രാന്തന്മാർ, അവർ പോകേണ്ടതില്ല, അവർ തക്ലീഫില്ലാത്ത ആളുകളാണ്, രോഗികളായ ആളുകൾ അവർ ഒതുങ്ങുന്ന ആളുകളാണ്. അതുപോലെ തന്നെ യാത്രക്കാരായ ആളുകൾ അവർക്കും ഒതുങ്ങുള്ള ആളുകളാണ്. അതുപോലെ സ്ത്രീകളായ ആളുകൾ പുരുഷന്മാരെ പോലെ പള്ളിയിൽ പോയി ജമാഅത്ത് നമസ്കാരം നിർവഹിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. അവർ പള്ളിയിൽ പോയി നമസ്കരിച്ചാൽ അവർക്ക് പുരുഷന്മാരെ പോലെ തന്നെ പ്രതിഫലം ലഭിക്കുമെന്ന് വളരെ വ്യക്തമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ സഫിന്റെ പ്രാധാന്യം അത് അവർക്കുമുണ്ട്. നേരത്തെ വന്നാലുള്ള പ്രാധാന്യം അത് അവർക്കുമുണ്ട്. ജമാഅത്തുകൾ പങ്കെടുത്തുകൊണ്ട് ഖുതുബകൾ ശ്രദ്ധിച്ചാൽ അതിന്റെ ഗുണം അവർക്കുമുണ്ട്. അതുപോലെ തന്നെ ആണാകട്ടെ പെണ്ണാകട്ടെ ആരാണോ സൽക്കർമ്മം ചെയ്യുന്നത് അതിന്റെ പ്രതിഫലം അവർക്കുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടെ ബുദ്ധി ആർക്കും പണയം വെച്ചുകൂടാ. നമ്മുടെ ഈമാൻ, നമ്മുടെ ഇസ്ലാം, നമ്മുടെ ദീൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവനേക്കാൾ നമ്മൾ അത് സൂക്ഷിക്കേണ്ട കാര്യമാണ്. അതിൽ മായം കലർത്താൻ ഒരാളെയും ഒലിച്ചുകൂടാ. അതുകൊണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് കാര്യങ്ങൾ കൃത്യമായി വ്യക്തമായി പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് അത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരന്മാരെ സഹോദരിമാരെ, ഖുർആൻ സുന്നത്തും അറിഞ്ഞു അനുസരിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ധാരാളമായി കേൾക്കുവാനും പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അത് മറ്റുള്ള ആളുകളിലേക്ക് പകർന്നു കൊടുക്കുവാനും ഒക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ സൗജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ ഭാര്യ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅതഖിഫുൽ അശ്റൽ അവാഖിർ മിൻ റമളാൻ ഹത്താ തവഫാ അല്ലാഹു അസ്സ വജല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരേക്കും പ്രവാചകന് പള്ളിയിൽ ഇത്തികാഫിൽ അല്ലാഹു മരിപ്പിക്കുന്നത് വരെ, എന്ന് വെച്ചാൽ പ്രവാചകന്റെ മരണത്തിന്റെ വർഷം വരെ അവസാനത്തെ 10 റമളാനിൽ പ്രവാചകൻ ഇത്തികാഫിൽ. പിന്നെ പ്രവാചകന്റെ മരണശേഷം പ്രവാചകന്റെ പത്നിമാര് ഭാര്യമാര് പള്ളിയിൽ ഇത്തികാഫിരുന്നു എന്നത് ഇമാം ബുഖാരി മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. അതുകൊണ്ട് തന്നെ ഹിജാബിന്റെ ആയത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് നമ്മൾ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. പ്രവാചകന്റെ മരണശേഷവും പ്രവാചകന്റെ ഭാര്യമാര് പള്ളിയിൽ റമദാനിൽ ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു. മാത്രമല്ല ഇസ്ലാമിക ലോകത്തിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഭാര്യ ആത്തിഖ റളിയല്ലാഹു അൻഹ, അവൾ അതീവ സുന്ദരിയായിരുന്നു, സൗന്ദര്യപ്പെടുന്നുണ്ടായിരുന്നു. അവര് ഉമർ റളിയല്ലാഹു അൻഹുവിന് കല്യാണത്തിന് ഡിമാൻഡ് വെച്ചത്, ഷർത്ത് വെച്ചത്, എനിക്ക് എല്ലാ ജമാഅത്തിലും പള്ളിയിൽ പോയി നമസ്കരിക്കണം എന്നുള്ളതാണ്. ആത്തിഖ റളിയല്ലാഹു അൻഹ മരണം വരേക്കും പള്ളിയിൽ പോയി ജമാഅത്ത് പങ്കെടുത്ത ആളാണ്. അത് പ്രവാചകന്റെ മരണശേഷമാണ്. അതിനുശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ടിലധികം വർഷം ഖലീഫയായിട്ടുണ്ട്. അതിനുശേഷമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖിലാഫത്തിലെത്തുന്നത്. അവരുടെ ഭാര്യ എന്നുവെച്ചാൽ ഹിജാബിന്റെ ആയത്തൊക്കെ ഇറങ്ങി, പ്രവാചകന്റെ മരണം കഴിഞ്ഞു, ഒന്നാമത്തെ ഖലീഫയുടെ മരണം കഴിഞ്ഞു. രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കെ ആതിഖ റളിയല്ലാഹു അൻഹ പള്ളിയിൽ ജമാഅത്ത് പങ്കെടുത്തിരുന്നു. മാത്രമല്ല ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ വെച്ച് സുബഹി നമസ്കരിക്കുമ്പോഴാണ് കുത്തേറ്റ് മരിക്കുന്നത്. ആ കുത്തേറ്റ് മരിക്കുന്ന സമയത്ത് ആ പള്ളിയിൽ ആ ജമാഅത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഭാര്യ ആതിഖ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇസ്ലാമിക ലോകത്ത് ഒരു തർക്കവുമില്ലാത്ത വിഷയമാണ്. മക്കയിലുണ്ട്, മദീനയിലുണ്ട്, ലോകത്തെ എല്ലാ പള്ളികളിലും മുസ്ലിം സഹോദരിമാര് ജമാഅത്തുകളിലും ജുമാഅയിലും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. പെരുന്നാൾ നമസ്കാരങ്ങളിൽ, ഗ്രഹണ നമസ്കാരങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അത് ഇസ്ലാം വിലക്കിയിട്ടില്ല. ചില ആളുകൾ അത് തെറ്റിദ്ധരിക്കുകയാണ്. ചില ആളുകൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനെ വളച്ചൊടിക്കുകയാണ്. അതിൽ മുസ്ലിം സഹോദരന്മാർ ഒരിക്കലും വഞ്ചിതരാകരുത്, സംശയാലുക്കളാകരുത്. നമുക്ക് ഒരു ഉറച്ച വിശ്വാസം ഖുർആനിലും ഹദീസിലും ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ കൃത്യമായി പഠിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അത് ഉറക്കെ